വ്യത്യസ്ത ഇനം ചായകളും ചായക്കടയിലെ വായനശാലയും എല്ലാം കൊണ്ടും വൈറലായിരുന്നു തൃശ്ശൂർ കണ്ടാണശ്ശേരിയിലെ സജീഷ് ഷേട്ടൻ്റെ ചായക്കട. എന്നാൽ ഇപ്പോൾ കടയുടെ ലൈസൻസ് പഞ്ചായത്ത് പുതുക്കി നൽകാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സജീഷും കുടുംബവും. CPIM ഭരിക്കുന്ന കണ്ടാണശ്ശേരി പഞ്ചായത്താണ് സ്ഥലം പോലും സന്ദർശിക്കാതെ അനധികൃത നിർമ്മാണം എന്ന പേരിൽ ലൈസൻസ് പുതുക്കി നൽകാതിരിക്കുന്നത്. വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്നാണ് സർക്കാർ അടിക്കടി കേരളത്തെ വിശേഷിപ്പിക്കാറുള്ളത്. എല്ലാം വെറും വാക്കാണെന്ന് പറയുകയാണ് തൃശൂർ കണ്ടണാശ്ശേരി സ്വദേശി സജീഷ്. 2 വർഷം മുൻപാണ് സജീഷും ഭാര്യ തുളസിയും ചേർന്ന് ചായക്കട ആരംഭിക്കുന്നത്. വ്യത്യസ്ത തരം കഥകൾ പറയുന്ന അലങ്കാരങ്ങളും പുസ്തക വായനയ്ക്ക് ആർട്ട് ലൈബ്രറി അടക്കം സജ്ജീകരിച്ച കട സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലായിരുന്നു. തരം പ്രകൃതിദത്തമായ ചായകൾ, ചെമ്പരത്തി, തുളസി, പുതിന തുടങ്ങിയവ അപ്പപ്പോൾ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് ചായയാക്കും. ഒപ്പം ഇഞ്ചിക്കട്ടനും മസാല ചായയും തുടങ്ങി നിരവധി വെറൈറ്റികൾ. എന്നാൽ ഇക്കുറി ചായക്കടയുടെ ലൈസൻസ് പുതുക്കാൻ പഞ്ചായത്തിനെ സമീപിച്ചതോടെയാണ് സജീഷിന്റെ ദുരിതം ആരംഭിക്കുന്നത്. വീടിനു മുകളിൽ ഷീറ്റ് മേഞ്ഞ ഭാഗത്ത് വെച്ച് ആളുകൾക്ക് ചായ കൊടുത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പഞ്ചായത്ത് അധികൃതരെത്തി ഈ ഭാഗം പൊളിച്ചു മാറ്റണമെന്ന നിർദ്ദേശം നൽകി. അതോടെ അത് പൊളിച്ചു നീക്കി. എന്നാൽ പൊളിച്ചു നീക്കിയ സ്ഥലം പോലും അധികൃതർ സന്ദർശിക്കാതെ ചായക്കടയുടെ ലൈസൻസ് നിഷേധിക്കുകയാണെന്ന് സജീഷ് പറയുന്നു. മേലെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയത് അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിച്ചു, തെറ്റാന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ ഈ സാധനം പൊളിച്ചു മാറ്റി പഞ്ചായത്തിനെ അറിയിച്ചതാണ്. അന്നൊന്നും ഇവർ വന്ന് പരിശോധിക്കുക ഒന്നും ചെയ്യാതെ ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ ലൈസൻസ് തടഞ്ഞു വെച്ചു. സ്ഥലത്തെത്തി ഒരു പരിശോധനയും നടത്താതെ ലൈസൻസ് നിഷേധിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നാണ് സജീഷിന്റെ വാദം. വീടിനോട് ചേർന്ന് തന്നെ പ്രത്യേക കെട്ടിട നമ്പറിലാണ് ചായക്കട പ്രവർത്തിച്ചിരുന്നത്. വീട് സജീഷിന്റെ പിതാവിന്റെ പേരിലുമാണ്. അങ്ങനെയിരിക്കെ എന്ത് മാനദണ്ഡത്തിലാണ് കടയ്ക്ക് ലൈസൻസ് നിഷേധിച്ചതെന്നും കുടുംബം ചോദിക്കുന്നു. കെട്ടിട ഉടമ എൻ്റെ അച്ഛനാണ്. വീടിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തതിന് കടയ്ക്ക് ലൈസൻസ് തരാതിരിക്കുന്നതിൽ എന്താണ് ന്യായമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ മറ്റം സെൻറ്ററിലായാലും കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ എല്ലാ കടകളുടെ മുമ്പിലും ഇതുപോലെ ഡ്രസ് വർക്ക് ഇറക്കിയിട്ടുണ്ട്. അത് മഴ പെയ്യുമ്പോഴൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇത് ഒരു സ്ഥിര നിർമ്മാണം എന്നുള്ള രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. സജീഷും ഭാര്യയും മകനും ഉൾപ്പെടെ 5 വയറുകൾ കഴിഞ്ഞിരുന്നത് ചായക്കടയിലെ വരുമാനം കൊണ്ടായിരുന്നു. കടയ്ക്ക് ലൈസൻസ് നിഷേധിച്ചതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഈ കുടുംബം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.